ഹായ് ഓൾ, ഞാൻ അനുജ, അനസ്തേഷ്യ ടെക്നീഷ്യനാണ്. ജനറൽ അനസ്തേഷ്യ പൂർണ്ണമായി ബോധക്ഷയം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ജനറൽ അനസ്തേഷ്യ ഓർ GA. ഒരു പേഷ്യന്റ് വന്നതിന് ശേഷം അവരെ ഓപ്പറേഷന് വേണ്ട BP, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ പ്രോബ് ഇതെല്ലാം ഓക്കെ ആയോ, എല്ലാം നോർമൽ വാല്യൂസ് ആയോ എന്ന് നോക്കിയിട്ട് അവർ ഓരോ ഓപ്പറേഷന് വേണ്ടിയിട്ട് ടേബിളിൽ കയറ്റി ടേബിളിൽ നമ്മൾ മോണിറ്റേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതായത് BPയും ഹാർട്ട് റേറ്റും ECGയും സാച്ചുറേഷൻ പ്രോബുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പൊ ജനറൽ അനസ്തേഷ്യ ആണല്ലോ, അപ്പോൾ കയ്യിൽ കൂടെ ക്യാനുല വെച്ച് അതിൽ കൂടെ ഒരു സീരീസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട് IV ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഗൈഡിലനുസരിച്ച് അതൊക്കെ കൊടുത്ത് അവരെ ഓക്കെ ആയി അവർ പൂർണ്ണമായും മയക്കത്തിലോട്ട് വിടുന്നു. എന്നിട്ട് അവരെ മസിൽ റിലാക്സൻസ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കെൽറ്റൻ മസിൽസ് എല്ലാം റിലാക്സ് ആയി അവരെ ഗാഠമായ നിദ്രയിലേക്ക് അങ്ങനെ ഉറങ്ങും. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് ECGയും എല്ലാ കാര്യങ്ങളും നോർമൽ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരെ പഴയതുപോലെ ഉണർത്തിവിടാം, അല്ലെങ്കിൽ അവരെ മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. വെന്റിലേറ്ററിൽ നമ്മൾ ICUയിൽ അവരുടെ വാല്യൂസും ECGയും BPയും എല്ലാം ശരിയായതിനു ശേഷം അവരെ പഴയതുപോലെ പിന്നീട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള സജ്ജീകരണങ്ങളാണ് സാധാരണ ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾസ് എന്താണ് GA കൊടുക്കാനുള്ള സർജറീസ്, എന്തൊക്കെ സർജറീസ് ആണ്? ഹാർട്ട് സർജറീസ്, മേജർ അബ്ഡോമിനൽ സർജറീസ്, ഓർത്തോ സർജറീസ്, ENT സർജറിക്ക്, ട്രാൻസ്പ്ലാന്റ് സർജറി, ഇതെല്ലാം കൊടുക്കുന്നത് ജനറൽ അനസ്തേഷ്യ GA ആണ്.